ധർമാത്മാ നൃപതേയയാതിതനയോ ധന്യോ യദുസ്തൽകുലേ ജാതസ്ത്വം ഭഗവൻ പരോഖിലപതി സ്വാംശൈശ്ച പൂർണ്ണോ ഹരി തത്തേ ദിവ്യകഥാ പുനാതിമധുര ശ്രോതാരമാനന്ദദ വക്താരം ഖലു പൃച്ഛകം ച വിമലം ത്വൽപാദതീർത്ഥം യഥാ. യേയാദിയുടെ പുത്രനും ധന്യനും ധർമാത്മാവുമാണ് യദു. യദുവിൻ്റെ കുലത്തിൽ പരമാത്മാവും സകലപതിയും ഭഗവാനും ശ്രീഹരിയുമായ നീന്തിരുവടി സ്വന്തം അംശങ്ങളോടുകൂടി പരിപൂർണനായി അവതരിച്ചു. അവിടുത്തെ മധുരമായ ദിവ്യകഥ, വിമലമായ അവിടുത്തെ പാദതീർത്ഥം എന്നതുപോലെ ഗംഗാ നദിയെപ്പോലെ ആ കഥയുടെ വക്താവിനെയും ശ്രോതാവിനെയും കഥയെക്കുറിച്ച് ചോദിക്കുന്നവനെയും ശുദ്ധീകരിക്കുന്നു. യദുവിൻ്റെ ധാർമ്മിക ഭാവം മുൻപ് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പ് ഭഗവാൻ അവതരിച്ച കുലങ്ങൾക്കൊന്നുമില്ലാത്ത മഹത്വം ഈ യാദവ കുലത്തിലുണ്ടെന്ന് കാണിക്കാൻ ധർമാത്മാവ്, ധന്യൻ എന്നൊക്കെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. സൽക്കർമ്മം ചെയ്യുന്ന സജ്ജനങ്ങളുടെ കുലത്തിലാണ് ഈശ്വരന്മാരും ഈശ്വര തുല്യന്മാരായ പുണ്യാത്മാക്കളും അവതരിക്കുന്നതെന്ന സൂചനയുമുണ്ട് ഇവിടെ. ശ്രീകൃഷ്ണ ഭഗവാൻ താൻ ഇതിനു മുമ്പ് സ്വീകരിച്ച മത്സ്യ കൂർമാദി ചൈതന്യങ്ങളാകുന്നതിൻ്റെ അംശങ്ങളോടുകൂടി ഇവിടെ പരിപൂർണ ഭാവത്തിലാണ് അവതരിക്കുന്നത്. ഭഗവത് അവതാരം അംശാവതാരമോ പൂർണ്ണനായ മഹാവിഷ്ണു എന്ന ഭാവത്തിലോ മാത്രമല്ല, അതിനുപരി തന്തിരുവടി സാക്ഷാൽ ത്രിമൂർത്തി അതീതനായ ഗോലോക കൃഷ്ണൻ തന്നെ. അവിടുത്തെ കഥ ഗംഗാ നദി പോലെയാണ്. ആ കഥയെക്കുറിച്ച് ചോദിക്കുന്നവരുടെയും കഥ പറയുന്നവരുടെയും കഥ കേൾക്കുന്നവരുടെയും ജന്മം പവിത്രീകരിക്കപ്പെടുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.